നിയുക്ത മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയെ കാണാനായി ഇവിടെ ആശാ സമര നേതാക്കൾ എത്തിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇതുപോലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടതാണ്. അന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സർക്കാരിനെതിരെ സമരം ചെയ്യണം. ഈ വലിയ തെരഞ്ഞെടുപ്പ് വിജയം ആശാ സമരത്തിന്റെ കൂടി ഒരു ബൈ പ്രൊഡക്റ്റായി കാണുന്ന ആളുകളുണ്ട്. ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് വി.ഡി. സതീശൻ. അതിൽ പ്രതീക്ഷ എങ്ങനെ പങ്കുവയ്ക്കും? തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരത്തോടൊപ്പം നിന്ന ആളാണല്ലോ അദ്ദേഹം. തീർച്ചയായിട്ടും അത് ഞങ്ങൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ മാത്രമല്ല, കേരള സമൂഹത്തിൽ ഈ സമരത്തെ പിന്തുണച്ച മുഴുവൻ ആളുകളും ആ പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള പൂച്ചെണ്ടാണോ? അതെ, തീർച്ചയായിട്ടും അതെ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് കൊടുത്തേ പറ്റൂ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനം ഉടൻ തന്നെ, അതായത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹം പന്തലിൽ വന്നത് വാഗ്ദാനം ചെയ്തതാണ്. അപ്പോൾ അത് പ്രാവർത്തികമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാധാരണ സമര രംഗങ്ങളിലൊക്കെയാണ് കാണാറ്. ഇതിപ്പോ ഒരു അഭിനന്ദനവുമായി വരികയാണ്. തീർച്ചയായും ഞങ്ങൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ കാണുന്നതും. ഞങ്ങൾ ഇനിയുള്ളത് നോക്കിക്കാണുന്നില്ല. അതെ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ അദ്ദേഹത്തെ കണ്ട് അഭിനന്ദനം അർപ്പിച്ച് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ UDF മിനിസ്ട്രിയെ സംബന്ധിച്ച് ആശാ സമരം അടക്കം CPI അടക്കം പിന്നീട് വിലയിരുത്തിയിരുന്നു ആശാ സമരം കൈകാര്യം ചെയ്ത രീതി തെറ്റിപ്പോയെന്ന്. എന്തായാലും ആശാ സമര നേതാക്കൾ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി കന്റോൺമെന്റ് ഹൗസിലേക്ക് എല്ലാ മണ്ഡലത്തിലും ഒരു നിശ്ചിത വോട്ട് ഈ ആശാ വർക്കുണ്ട്. കാരണം ഈ സർക്കാരിനെതിരെയുള്ള വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ആശാ സമരം വഹിച്ച പങ്ക്, പിന്നെ ഈ വനിതാ CPIമാരുടെ സമരം, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തെ സർക്കാർ കൈകാര്യം ചെയ്തത് അബദ്ധമായി പോയി എന്ന് CPIക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ CPIന് ഇപ്പോഴും അത്തരം ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ പൂച്ചെണ്ടൊക്കെ കൊടുത്ത് പ്രതിപക്ഷത്തിനോട് ആവശ്യം ഒന്നുകൂടി മറക്കരുത്, ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ എല്ലാം തീരുമാനിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷം. കണ്ടതിൽ നമ്മളിപ്പോ ഈ ആശാ സമര നേതാക്കളെയാണ് ഇവിടെ കണ്ടത്. ഇങ്ങനെ ഒരുപാട് പേർ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വരുന്ന ആളുകളുണ്ട്, മുന്നണി നേതാക്കളുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി ഇതുപോലെ നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഉഭയകക്ഷി ചർച്ചയുടെ കാര്യം പറയുമ്പോൾ ഉഭയകക്ഷി ചർച്ച അനൂപ് ജേക്കബ്, PJ ജോസഫ്, ബോൺസ് ജോസഫ്, മാണി സി കാപ്പൻ, ഇത്രയും ആളുകളാണ് ഇതിനോടകം എത്തിയിരിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് പല ഘടകകക്ഷി നേതാക്കളുണ്ട്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള നിരവധി ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അമൽ, ഈ കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, സമയം 11:30 മുഖ്യമന്ത്രിയെ സംബന്ധിച്ചതൊരു, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. അതിനോടകം തന്നെ ഈ ചർച്ച പൂർത്തീകരിക്കുക എന്നുള്ള സമ്മർദ്ദം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കാര്യങ്ങൾ വി.ഡി. സതീശനെ സംബന്ധിച്ച് എളുപ്പമാകുമോ? ഒരല്പസമയത്തിനകം സണ്ണി ജോസഫ് കൂടി ഇവിടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അടൂർ പ്രകാശിന്റെ വരവ് കൂടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ഒറ്റയ്ക്കിരുന്ന് ചർച്ച നടത്തിയാൽ ഒരു ധാരണയിലേക്ക് എത്താൻ ഒരുപക്ഷെ അവർക്ക് വകുപ്പിന്റെ കാര്യം മാത്രം തീരുമാനിച്ചാൽ മതിയാകും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ കോൺഗ്രസിന്റെ കാര്യമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസിന്റെ മന്ത്രിമാരെ എങ്ങനെ തീരുമാനിക്കും? അതിന് കൂടിയാലോചനകൾ കൃത്യമായി തന്നെ വേണ്ടിവരും. ആ കൂടിയാലോചന ഇന്ന് പൂർത്തിയാക്കും എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് സമയത്തേക്കൊക്കെ ആകും? ഇത് മുഖ്യമന്ത്രി ചർച്ച പോലെ നീണ്ടു പോയാൽ അലമ്പാകും എന്നുള്ള നല്ല ബോധ്യമുള്ള ആളാണ് വി.ഡി. സതീശൻ. പക്ഷെ അങ്ങനെ പറ്റില്ല. കാരണം തിങ്കളാഴ്ച രാവിലെ സത്യപ്രതിജ്ഞയാണ്. ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറേണ്ടതുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഇനി അല്പസമയം കൂടിയേ ഉള്ളൂ ഉഭയകക്ഷി ചർച്ചകളുമായി ബന്ധപ്പെട്ട റിസൾട്ട് പുറത്തേക്ക് വരാൻ, അകത്തേക്ക് കയറിപ്പോയ നേതാക്കൾ പുറത്തേക്ക് വരാൻ.